Hello friends, welcome back to my channel FASI'S foodie spot. ഇന്ന് ബോംബെ സ്ട്രീറ്റ് സ്റ്റൈൽ സാൻഡ്വിച്ച് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ റെസിപ്പിയിൽ സാൻഡ്വിച്ച് മസാല മിക്സ് പിന്നെ 2 ചട്നീൻ്റെ റെസിപ്പിയും കൂടി ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ ചട്നിയും ഈ സാൻഡ്വിച്ച് മസാല മിക്സൊക്കെ ചേരും നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും ഉണ്ടാവും. അപ്പോൾ എങ്ങനെ ഇത് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. വേഗം തന്നെ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. ഇതിനു വേണ്ടി ആദ്യം നമ്മൾ സാൻഡ്വിച്ച് മസാല മിക്സ് റെഡിയാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു ബൗളിലോട്ട് 1 ടേബിൾ സ്പൂൺ ചാട്ട് മസാല ഇട്ട് കൊടുക്കുക, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി ചേർത്ത് കൊടുക്കുക, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മളുടെ സാൻഡ്വിച്ച് സ്പൈസ് മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഈ ബോംബെ സ്റ്റൈൽ സാൻഡ്വിച്ച് റെസിപ്പിക്ക് 2 ചട്നിയാണ് നമുക്ക് ആവശ്യം. ആദ്യം നമുക്ക് ഗ്രീൻ ചട്നി റെഡിയാക്കി എടുക്കാം. ഇതിനു വേണ്ടി ഒരു മിക്സി ജാറിലോട്ട് 1/2 കപ്പ് മല്ലിയില, 1/4 കപ്പ് പുതിന, 2 പച്ചമുളക്, 1 വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, ആവശ്യത്തിന് കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക, 1/2 ടീസ്പൂൺ ചാട്ട് മസാല ഇട്ട് കൊടുക്കുക, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇവിടെ ഗ്രീൻ ചട്നി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. അടുത്തത് നമുക്ക് ചില്ലി ഗാർലിക് ചട്നി റെഡിയാക്കി എടുക്കാം. അതിനു വേണ്ടി കുറച്ച് വെള്ളം തിളപ്പിക്കുക. ഇതിലോട്ട് ഒരു 10 വറമുളക് ഇട്ട് കൊടുക്കുക. ഒരു 5 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. 5 മിനിറ്റ് തിളച്ചതിന് ശേഷം ഈ മുളക് ഒരു മിക്സി ജാറിലോട്ട് മാറ്റുക. 3 വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക, 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക, 1 ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കുക, 1/2 ടീസ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുക്കുക, 1 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക, 1.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. ഇവിടെ നമ്മുടെ ചില്ലി ഗാർലിക് സോസ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് സാൻഡ്വിച്ച് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇതിനു വേണ്ടി നമ്മൾ സാധാരണ സാൻഡ്വിച്ചിനൊക്കെ യൂസ് ചെയ്യുന്ന ബ്രെഡ് സ്ലൈസസ് എടുക്കുക. ബട്ടർ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ഗ്രീൻ ചട്നി കുറച്ചിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ആവശ്യാനുസരണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചില്ലി ഗാർലിക് ചട്നിയും കൂടി കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതിലോട്ട് നമ്മൾ കനം കുറഞ്ഞരിഞ്ഞ വലിയുള്ളി ഇങ്ങനെ കുറച്ച് വെച്ച് കൊടുക്കുക. കനം കുറഞ്ഞ അരിഞ്ഞ തക്കാളി ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാൻഡ്വിച്ച് സ്പൈസ് മിക്സ് കുറച്ചിങ്ങനെ വിതറി കൊടുക്കുക. ഇതിൻ്റെ മുകളിലോട്ട് ഒരു ബ്രെഡും കൂടി വെച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുക്കുക. ഇതിൻ്റെ മുകളിൽ നമ്മൾ ആദ്യം തന്നെ നന്നായിട്ട് വേവിച്ച് വെച്ച് ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ഒരു ലെയർ വെച്ച് കൊടുക്കുക. ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച് ക്യാപ്സിക്കം ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ കുറച്ച് ആ സ്പൈസ് മിക്സ് ഒന്നിങ്ങനെ വിതറി കൊടുക്കുക. ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഷ്രെഡ് ചെയ്ത മൊസറല്ല ചീസ് ആവശ്യാനുസരണം ഇട്ട് കൊടുക്കാം. ചീസ് വേണ്ടെങ്കിൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ചീസ് ഇല്ലാണ്ടും ഈ സാൻഡ്വിച്ച് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. ഒരു ബ്ലഡ് സൈസിലോട്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ കുറച്ച് ബട്ടർ പിന്നെ ഈ ചട്നിയൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിങ്ങനെ സാൻഡ്വിച്ചിലോട്ട് വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ സാൻഡ്വിച്ച് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിനു വേണ്ടി ഒരു പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക.
കുറച്ച് സാൻഡ്വിച്ച് മസാല ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാൻഡ്വിച്ച് ഒന്ന് പതുക്കെ വെച്ച് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ ടോസ്റ്റ് ചെയ്തെടുക്കേണ്ടത്. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് കരിയാനുള്ള ചാൻസ് ഉണ്ട്. ഈ സാൻഡ്വിച്ചിൻ്റെ മേൽഭാഗത്ത് ഇതേപോലെ കുറച്ച് ബട്ടർ ഇട്ടിട്ട് കുറച്ച് സ്പൈസ് മസാല ഒന്ന് ഇട്ട് കൊടുക്കുക. രണ്ട് സൈഡും നല്ലൊരു ഗോൾഡൻ കളർ ആവണ വരെ ടോസ്റ്റ് ചെയ്തെടുക്കുക. ഇത് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് സെർവ് ചെയ്യണ വിധം മേലെ കുറച്ചും കൂടി ബട്ടർ ഇട്ട് കൊടുക്കുക. വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതിയും, പക്ഷെ കുറച്ചും കൂടി ബട്ടർ ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റും ഫ്ലേവറുമാണ് ഉണ്ടാവുക. ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചട്നി കുറച്ചിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും, നല്ലൊരു ഫ്ലേവറും കിട്ടും നമുക്ക്. അപ്പോൾ ഒരു അടിപൊളി ടേസ്റ്റുള്ള ഈസി ആയിട്ട് ചെയ്യാൻ പറ്റണ സാൻഡ്വിച്ച് റെസിപ്പിയാണിത്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ റെസിപ്പി ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതുപോലൊരു അടിപൊളി റെസിപ്പിയായിട്ട് ഞാൻ വേഗം തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.